അധ്യക്ഷൻ പാണക്കാട് സയ്യദ് മുനവർലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യരായ മന്ത്രിമാർ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ശ്രീ എ പി അനിൽകുമാർ, ശ്രീ വി അബ്ദുൽ ഗഫൂർ, പാണക്കാട് കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായ MLA മാർ, വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 1.5 പതിറ്റാണ്ട് കാലം കഴിഞ്ഞു. പക്ഷെ ഇന്നും ഒരു തീക്ഷ്ണമായ ഓർമ്മയായി, സ്മരണയായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിൽ അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളതാണ് ആ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി. എത്ര ആദരവോടുകൂടിയും ബഹുമാനത്തോടും കൂടിയാണ് കേരളത്തിലെ വിവിധ മതസ്ഥരായ ആളുകൾ ആ പേരുച്ചരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും മൺമറഞ്ഞപ്പോഴും അത്ര അളവറ്റ ബഹുമാനത്തോടുകൂടിയും ആദരവോടും കൂടിയാണ് ആ നാമധേയം എല്ലാവരും ഉച്ചരിക്കുന്നത്. ആ പേര് കേൾക്കുമ്പോൾ ആ സൗമ്യമായ മുഖമാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. വാക്കുകൾ കൊണ്ട് ആരെയും മുറിപ്പെടുത്താതെ, ആരോടും ദേഷ്യപ്പെടാതെ, എല്ലാവരോടും സൗമ്യമായി സ്നേഹപൂർവമായി സംസാരിച്ച് ആ സ്നേഹത്തിന്റെ അടയാളമായി ആ വലിയ മനുഷ്യൻ മാറി എന്നുള്ളതാണ് ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുമ്പോൾ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും സംസാരിക്കുന്നത്. ശാന്തമായിരുന്നു, സൗമ്യമായിരുന്നു സംസാരമെങ്കിലും നിലപാടുകളിൽ കാർക്കശ്യമുണ്ടായിരുന്നു. വലിയ നിലപാടുകളായിരുന്നു അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും എടുത്തത്. അത് കേരളത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാനുള്ള അതിശക്തമായ നിലപാടുകളിൽ ഒരു കാലത്തും വെള്ളം ചേർത്തിട്ടില്ല. ഒരു കാലത്തും എല്ലാവരും ഒരുപോലെ ജീവിക്കണം, സാഹോദര്യത്തോടു കൂടി സ്നേഹിക്കണം, സ്നേഹിച്ച് ജീവിക്കണം, എല്ലാവരും തോളോട് തോളുരുമി നിൽക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശം. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട സമയം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയമാണ്. രാജ്യത്തെല്ലായിടത്തും കലാപസമാനമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ നിലപാടും അപ്പോഴും ഉറച്ചു നിന്നു. എന്താണ്? ഈ കേരളം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കണം, ഇവിടെ മതേതര നിലപാടാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്, എല്ലാവരും തോളോട് തോളുരുമി നിൽക്കണം. ഒരുപക്ഷെ ഈ വലിയ മനുഷ്യൻ അന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമുദായിക ചരിത്രത്തിലും കറുത്ത പാടുകൾ വീഴുമായിരുന്ന ഒരു അന്തരീക്ഷം അന്ന് നിലവിലുണ്ടായിരുന്നു, ഒരു സാമൂഹ്യ അന്തരീക്ഷം. പക്ഷെ അദ്ദേഹത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ, സൗമ്യമാണെങ്കിലും തീക്ഷ്ണമായ ആ വാക്കുകളാണ് കേരളത്തെ വിന്ധ്യനപ്പുറത്തേക്ക് ഈ കലാപത്തെ പിടിച്ചു നിർത്താനും അതിനിപ്പുറത്തേക്ക് അത് വരാതിരിക്കാനും മനുഷ്യര് തമ്മിലുള്ള അകൽച്ച ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിച്ചത്. ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. ഒരുപാട് പേർ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, പലരും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. ആ തീവ്രവാദപരമായ നിലപാട് അദ്ദേഹം എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴും സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിന് പോലും കേരളത്തിൽ ദോഷം വരരുത് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് പ്രവർത്തകരോട് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കാൻ പറഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ, വിസ്മയകരമായ നിലപാട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടാണ് ശിഹാബ് തങ്ങൾ പോയത്. ഒരു സംശയവും വേണ്ട. ആ നിലപാടാണ് ഇന്ന് കേരളത്തെ മുസ്ലിം ലീഗിനെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും ആ ഒരു വലിയ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പദവിയിലേക്ക് ഉയർത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ആ ഉണ്ടാക്കിയ ചില ചരിത്രങ്ങൾ, ചില പാരമ്പര്യങ്ങൾ, കാരണം ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, ഞാൻ അസൂയയോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒന്നാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഞാൻ കോൺഗ്രസ്സുകാരോട് പറയാറുള്ളതാണ് സ്ഥിരം, ഞങ്ങൾക്ക് കുറച്ച് അസൂയുണ്ട് കാര്യത്തിൽ. കാരണം നിങ്ങളത് ആ ഭംഗിയായി അസലായിട്ട് ചെയ്യുന്നുണ്ട് കേരളം മുഴുവൻ. അദ്ദേഹം നൽകിയ പിന്തുണ എന്തൊരു പിന്തുണയായിരുന്നു ആ കാര്യത്തിൽ. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള പ്രവാചകന്റെ ദർശനം ഹൃദയത്തിലേറ്റി, അല്ലെ, ഉള്ളവനില്ലാത്തവന് കൊടുക്കാനുള്ള ആ കാരുണ്യത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് പകർത്തി. ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ മതമാണ് എന്ന് ഉയർത്തിപ്പിടിച്ച മനുഷ്യൻ കൂടിയായിരുന്നു ശിഹാബ് തങ്ങൾ. അതാണ് അദ്ദേഹത്തെ എല്ലാ കാര്യത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട, പ്രതിപക്ഷത്തും
മുന്നണിയിലും എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട ഒരാൾ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിതി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമുണ്ടായി. അദ്ദേഹം ലീഗിന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ലീഗിന്റെ മുഖ്യമന്ത്രിയായി CH മുഹമ്മദ് കോയ വന്നു. ലീഗിന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായി, സി അഹമ്മദ് സാഹിബ്. അങ്ങനെ ഒരുപാട് ഭാഗ്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനും അദ്ദേഹം ഇടയായി. എല്ലാ നേതാക്കളുമായി താൻ ബന്ധപ്പെട്ടവരും സാധാരണക്കാരായ മനുഷ്യരും എല്ലാവരുമായി അദ്ദേഹം അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. ഇന്ന് നമ്മൾ ശിഹാബ് തങ്ങളുടെ ആദർശവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഉറച്ച നിലപാട് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ല എന്നാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞകാല രാഷ്ട്രീയത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുന്നണിയും എടുക്കാത്ത അചഞ്ചലമായ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ സ്വീകരിച്ചത്. വർഗീയത പറയുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള അതിശക്തമായ നിലപാട്. ഞങ്ങൾ കരുതിയത് കേരളം എന്ന് പറയുന്നത് സെക്കുലറാണ്. കേരളത്തിൽ കുറെ മത നേതാക്കന്മാരും കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും ജനങ്ങളെ കമ്മ്യൂണലാക്കാൻ, ജനങ്ങളെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടവൻ. അതിന് UDFന് ഒരു ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും സെക്കുലറാണ്, മതേതര നിലപാടുള്ളവരാണ് എന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനെ നയിച്ചത്. ഒരു കാലത്തും എടുക്കാത്ത നിലപാട്, ശക്തമായ നിലപാടെടുത്തു. ശിഹാബ് തങ്ങൾ എന്താണ്? ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നാടിന് നല്ലതല്ല എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത്. ഒരു തരത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയെയും ശിഹാബ് തങ്ങൾ തന്റെ ജീവിതകാലത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവരോടാണ് അദ്ദേഹം പലപ്പോഴും ഏറ്റുമുട്ടിയത്. പലപ്പോഴും അദ്ദേഹത്തോട് പിണങ്ങി പിരിഞ്ഞു പോയവര് അദ്ദേഹത്തിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞവരാണ്. അങ്ങനെ തീവ്രവാദം ശിഹാബ് തങ്ങൾക്കും മുസ്ലിം ലീഗിനും പോരാ എന്ന് പറഞ്ഞ് പിണങ്ങി പറഞ്ഞു പോയവരെ തോളത്ത് വെച്ച കുറെ ആളുകളാണ് നമ്മളെ മതേതരത്വം പഠിപ്പിക്കാൻ പിന്നീട് വന്നത്. അതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയം കണ്ടവരാണ്, അവരുടെ കാപട്യം തിരിച്ചറിഞ്ഞവരാണ്. അതിലൊന്നും ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വിട്ടുവീഴ്ച ചെയ്തില്ല എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് UDFന്റെ രാഷ്ട്രീയ വിജയം മാത്രമായിരുന്നില്ല, അത് കേരളം ഈ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ് എന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു. എല്ലാവരോടും നമുക്ക് സൗഹൃദത്തിൽ പോകാം, എല്ലാവരോടും നമുക്ക് സ്നേഹത്തിൽ പോകാം, നമുക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താം. പക്ഷേ അതിനിടയിൽ വർഗീയത പറയാൻ ആരെങ്കിലും വന്നാൽ മുഖത്തു നോക്കി അത് പറയരുത് എന്ന് പറയും. അത് പറയാനുള്ളൊരു സർക്കാർ ഇനി കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ശിഹാബ് തങ്ങളുടെ പാരമ്പര്യം അത് നമുക്ക് ഉയർത്തിപ്പിടിക്കണം, ഒരു സംശയവും വേണ്ട. തീർച്ചയായും അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകമുണ്ടാകാൻ ഈ സർക്കാർ മുൻകൈയെടുക്കും. അതിനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. അദ്ദേഹം അർഹിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ സ്മാരകം, അദ്ദേഹം ഉയർത്തിവിട്ട ആശയങ്ങൾ ഗൗരവകരമായി ചർച്ച ചെയ്യുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം, ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകാൻ സംഭാവനകൾ ചെയ്യുന്ന ഉചിതമായ സ്മാരകം, അദ്ദേഹത്തിന് അർഹിക്കുന്ന തരത്തിലുള്ള ഉചിതമായ ഒരു സ്മാരകം കേരളത്തിൽ ഉണ്ടാകും എന്ന് സർക്കാരിന് വേണ്ടി ഞാൻ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ശിഹാബ് തങ്ങൾ പഠന